വൈക്കോമേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഇൻസോൾവൻസി? ഇൻസോൾവൻസി ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്നബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു പേ ഹിസ് ഒബ്ലിഗേഷൻ വെൻ ദേ ഫാൾ ഡ്യൂ. ഒരു വ്യക്തിക്ക് അയാളുടെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. Usually, a person is said to be insolvent if he is unable to pay or settle his debt in full. ഒരു വ്യക്തിക്ക് അയാളുടെ കടം പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻസോൾവൻ്റ് എന്ന് വിളിക്കും. ബട്ട് ലീഗലി എ പേഴ്സൺ ഈസ് കാൾഡ് ഇൻസോൾവൻ്റ് ഇഫ് ഹിസ് ലൈബിലിറ്റീസ് എക്സീഡ് ഹിസ് അസറ്റ് ആൻഡ് അഗെയിൻസ്റ്റ് whom an order of adjudication has been passed by competent court. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് അയാളുടെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ലീഗലി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈബിലിറ്റീസ് അയാളുടെ അസറ്റിനേക്കാൾ മുകളിൽ ആവുകയാണ്, അസറ്റിനേക്കാൾ കൂടുതൽ ലൈബിലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസോൾവൻസി എന്ന് പറയുന്നത്. In the event of dissolution of a firm, if the amount realized by the way of sale of asset is not sufficient to pay off its liabilities, the deficiency should be made good by contributing the amount by partners in their profit sharing proportion. നോർമലി ഒരു ഫേമിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് സഫീഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആ ഡെഫിഷ്യൻസി ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇറ്റ് ഹാസ് ആൾറെഡി ബീൻ സീൻ ദാറ്റ് ഇഫ് എ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഇൻ ഡെബിറ്റ് ബാലൻസ് ആഫ്റ്റർ മേക്കിംഗ് ആൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ഡിസൊല്യൂഷൻ ഹി ഹാസ് ടു മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി ബൈ ബ്രിങ്ങിങ് ക്യാഷ് ടു മേക്ക് പേയ്മെൻറ്റ് ടു അതർ പാർട്ട്ണർ. ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ഡെബിറ്റ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ എന്ത് ചെയ്യണം? ക്യാഷായിട്ട് ബിസിനസ്സിൽ കൊണ്ടുവരികയും എന്നിട്ട് ആ എമൗണ്ട് വെച്ച് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു. However, if such a partner whose capital account is in debit balance become insolvent, he cannot make good the deficiency fully. ഇനി ഇൻ കേസ് ഒരു പാർട്ട്ണറിന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണ്, ആ പാർട്ട്ണർ എന്തായിട്ട് മാറുകയാണ്? ഇൻസോൾവൻ്റ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ട്ണർ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഡെഫിഷ്യൻസി ആയിട്ടുള്ള എമൗണ്ട് ക്യാഷായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. In such a case, that proportion of the deficiency in his capital account which cannot be made good by him is a loss to the firm which has to be borne by the other partner who are solvent. The loss due to deficiency in capital account is similar to realization loss as it happen on dissolution. അപ്പോൾ ഈ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഡെബിറ്റ് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ എമൗണ്ട് ഫാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസാണ്. അപ്പം ഈ ലോസ് സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്ണറുടെ എമൗണ്ട്, ആ ലോസിൻ്റെ എമൗണ്ട് എത്ര രൂപയാണോ അത്രയും രൂപ സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ബട്ട് പ്രോബ്ലം എറൈസ് ആസ് ടു ദ റേഷ്യോ ഓഫ് ഷെയറിംഗ് സച്ച് ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ ബൈ ദി അതർ സോൾവൻ്റ് പാർട്ട്നർ. അപ്പം ഈ സോൾവൻ്റ് പാർട്ട്ണർ ആണല്ലോ ആ ഒരു ലോസിൻ്റെ എമൗണ്ട് ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം അത് ഏത് റേഷ്യോയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും? പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലാണോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണോ? ഏത് റേഷ്യോയിലാണോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നത് എന്താണ്? ഒരു പ്രശ്നം ആണ്. The solvent partners may share such a deficiency in their profit sharing ratio like any other business loss. ഒന്നാമതായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ ലോസ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തത് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ ആസ് ഡിസൈഡഡ് ബൈ ഗാർണർ വെസിസ് മുറേ. അപ്പോൾ ഗാർണർ വെസിസ് മുറേ റൂള് അപ്ലൈ ചെയ്ത് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിൻ്റെ റേഷ്യോയിൽ ഈ ലോസ് ഷെയർ ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ ആ ബിസിനസ്സിന് ചെയ്യാൻ പറ്റും. Before the year 1904,
The loss due to deficiency in capital account of an insolvent partner had to be borne by the solvent partner in their profit sharing ratio. 1904 മുമ്പ് വരെ ഇത്തരത്തിലൊരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവൻ്റ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇൻ 1904 എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ വാസ് ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഗാർണർ വെസിസ് മുറേ ഓൺ ദ പോയിന്റ് ഓഫ് ലോ ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. 1904 വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നു. ഗാർണർ വെസിസ് മുറേ എന്ന് പറയുന്ന ഒരു കേസിലായിരുന്നു ആ തീരുമാനം വന്നത്. ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലോസ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ ആ ഒരു കേസിൽ ഉണ്ടായി. അപ്പോൾ എന്താണ് ഗാർണർ വെസിസ് മുറേ കേസ്? It was a very important British case of 1904 on the point of sharing loss due to insolvency of a partner. ഒരു പാർട്ട്ണറുടെ ഇൻസോൾവൻസിയുമായി ബന്ധപ്പെട്ട ലോസ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കേസാണ് ഏതെന്ന് പറയുന്നത് ഗാർണർ വെസിസ് മുറേ കേസ് എന്ന് പറയുന്നത്. ഗാർണർ, മുറേ ആൻഡ് വിൽക്കിൻസ് വേർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി. അപ്പോൾ ഗാർണർ, മുറേ, വിൽക്കിൻ ഇവർ മൂന്നുമായിരുന്നു ആ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സ്. ഇവർ ആ ഫേമിൽ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്തിരുന്നത്. ദ ഫേം വാസ് ഡിസോൾവ്ഡ് ബൈ ഓർഡർ ഓഫ് കോർട്ട് ഓൺ ഇൻസോൾവൻസി ഓഫ് വിൽക്കിൻ. വിൽക്കിൻ ഇൻസോൾവൻ്റ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് കോർട്ട് ആ ബിസിനസ് ഡിസോൾവ് ചെയ്യാൻ ഓർഡർ ഇടുകയും ചെയ്തു. ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ദ ഫോളോയിങ് വാസ് ദ പൊസിഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം. ബാലൻസ് ഷീറ്റ് നോക്കാം. ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഗാർണർ 2500, മുറേ 314, ക്യാഷ് 1916, ലോസ് ഓൺ റിവാലുവേഷൻ 635, വിൽക്കിൻസ് ക്യാപിറ്റൽ 263. As Wilkin was unable to pay anything from his private property, the entire deficiency in his capital account had to be borne by Garner and Murray. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം വിൽക്കിങ്ങിന് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. തൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നും പേ ചെയ്യാൻ പറ്റില്ല. വിൽക്കിൻ ഇൻസോൾവൻ്റും ആണ്. അതുകൊണ്ട് തന്നെ ആ ലോസ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഗാർണറും മുറയും കൂടി ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് ഫേമിൻ്റെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ലോസ് ഓൺ റീവാലുവേഷൻ 635 രൂപയും വിൽക്കിൻ ക്യാപിറ്റലിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആയിട്ടുള്ള 263 രൂപയും കൂടെ ചേർത്ത് ടോട്ടൽ 898 രൂപയാണ് ഫേമിൻ്റെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 898 രൂപ രണ്ട് പാർട്ട്നേഴ്സ്, അതായത് സോൾവൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ട്നേഴ്സ് ഗാർണറും മുറയും എങ്ങനെ ഷെയർ ചെയ്യണം, ഈക്വൽ റേഷ്യോയിൽ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസ് 635 രൂപയും 263 രൂപയും കൂടെ ചേർന്ന് 898 രൂപയാണ്. അപ്പോൾ അവർ 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യണം അല്ലേ. ഇവരെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 1:1 ആണല്ലേ. അപ്പം ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഗാർണർ 449 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം, മുറേ 449 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് ഗാർണറിന് ക്യാപിറ്റലായിട്ട് 2500 രൂപ ഉണ്ടല്ലേ. അപ്പം ഈ ലോസിൻ്റെ എമൗണ്ട് 449 രൂപ ഗാർണർ കൊണ്ടുവരണം. ഇതെല്ലാം കൂടെ ഇത് കുറച്ച ശേഷം 2051 രൂപ നമ്മൾ ആർക്ക് കൊടുക്കണം, ഫേം ഗാർണറിന് കൊടുക്കണം. അതായത് ഇവിടെ നോക്കുമ്പോൾ ഗാർണറിൻ്റെ ക്യാപിറ്റൽ എന്നും പറഞ്ഞ് 2500 രൂപ ഉണ്ട്. അപ്പോൾ അത് ഗാർണറിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇനി ലോസിൻ്റെ ഷെയറായിട്ട് ഗാർണർ എന്ത് ചെയ്യണം, 449 രൂപ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ 2500 നിന്ന് 449 രൂപ കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടും, 2051 രൂപ ഇനി ഫേം ആർക്ക് കൊടുക്കണം, ഗാർണറിന് കൊടുക്കണം. ഇനി മുറയുടെ കേസ് നോക്കുകയാണെങ്കിൽ മുറയ്ക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലായിട്ട് 314 രൂപയേ ഉള്ളൂ. പക്ഷേ ലോസ് എത്ര രൂപയാണ്, 449 അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്, മുറൈ ഇനി 135 രൂപയും കൂടി ഫാമിലോട്ട് കൊണ്ടുവരണം. ഫാം അങ്ങോട്ടല്ല കൊടുക്കാനുള്ള 135 രൂപ മുറൈ എന്ത് ചെയ്യണം, ഫാമിലോട്ട് കൊണ്ട് വരണം. ഓക്കെ, അപ്പം ഗാർണറിന് എങ്ങനെയാണ് ഈ 2051 രൂപ കിട്ടുന്നത്? ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ആയിട്ട് എത്ര രൂപ കിടപ്പുണ്ട്, 1916 രൂപ ക്യാഷ് ആയിട്ട് കിടപ്പുണ്ടല്ലേ.
പോയിട്ട് മുറൈ ആ 135 രൂപ കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കണം? ഗാർണറിന് കൊടുക്കണം. അങ്ങനെ ഗാർണറിന് 2051 രൂപ കിട്ടും. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫേമിൻ്റെ ക്യാഷ് ബാലൻസ് ആയിട്ടുള്ള 1916 രൂപ മുഴുവനായിട്ട് ആർക്ക് കിട്ടും? ഗാർണറിന് കിട്ടും. പോരാത്തതിന് മുറൈ എന്ത് ചെയ്യണം? പേഴ്സണൽ പ്രോപ്പർട്ടീസിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഗാർണറിന് കൂടി കൊടുക്കണം. അപ്പം ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഒരു ബിസിനസ്സിൻ്റെ ഫുൾ എമൗണ്ട് ഒരു പാർട്ട്ണറിന് കിട്ടുന്നു, പോരാത്തതിന് മറ്റേ പാർട്ട്ണർ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കൂടി പൈസ കൊണ്ടുവന്ന് ഈ പാർട്ട്ണറിന് കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടും ജസ്റ്റിഫയബിൾ അല്ലല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? മുറൈ കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസിൻ്റെ ഫലമായിട്ട് കോടതി വിധി വന്ന ഇങ്ങനെയാണ്, അവർ ആ ലോസ്, ഓക്കെ, ആ ഇൻസോൾവൻ്റ് ആയ പാർട്ട്ണറുടെ ലോസ് പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിലല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. അവർ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ക്യാപിറ്റൽ റേഷ്യോയിൽ, അതായത് ആ ഇൻസോൾവൻ്റ് ആവുന്ന സമയത്ത്, ഫേം ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണോ അതിൻ്റെ റേഷ്യോയിൽ എന്ത് ചെയ്യണം? ഈ ലോസ് ഷെയർ ചെയ്യണമെന്ന് കോടതി വിധി വരികയും ചെയ്തു. ഇതാണ് ഗാർണർ വെസിസ് മുറൈ കേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഗാർണർ വെസിസ് മുറൈ ഡിസിഷൻ ഇൻ ഇന്ത്യ. ദർ ഈസ് നത്തിങ് വിച്ച് പ്രിവെൻറ്റ് ടു അസ്യൂം ദാറ്റ് ദ ഡിസിഷൻ ഇൻ ഗാർണർ വെസിസ് മുറൈ വിൽ ആൾസോ അപ്ലൈ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം ഈ ഗാർണർ വെസിസ് മുറൈ ഡിസിഷൻ എവിടെയും ആപ്ലിക്കബിൾ ആണ്, ഇന്ത്യയിലും ആപ്ലിക്കബിൾ ആണ്. ഇഫ് പാർട്ണർഷിപ്പ് ഡീഡ് മെൻഷൻ സംതിങ് സ്പെസിഫിക് അബൌട്ട് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ ഈസ് ടു ബി ഷെയർഡ്, ഇറ്റ് ഈസ് ഷെയർഡ് ഇൻ ദാറ്റ് റേഷ്യോ. ഓക്കെ, അപ്പം പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആവുമ്പോൾ ആ ലോസ് ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണമെന്ന് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേം എന്ത് ചെയ്യണം? ആ റേഷ്യോയിൽ ആ ലോസ് ഷെയർ ചെയ്യണം. ഇനി ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ് അബൌട്ട് ദ ഷെയറിംഗ് ഓഫ് ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി, ഇറ്റ് ഈസ് ഷെയർഡ് ആസ് പെർ ദ ഡിസിഷൻ ഇൻ ഗാർണർ വെസിസ് മുറൈ. ഓക്കെ, ഇനി പാർട്ണർഷിപ്പ് ഡീഡിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒന്നും പറയുന്നില്ല. അതായത് ഒരു പാർട്ണർ ഇൻസോൾവൻ്റ് ആവുന്ന സമയത്ത് ആ ലോസ് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന് പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഗാർണർ വെസിസ് മുറൈ റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഡിസൊല്യൂഷൻ ചെയ്യുന്ന സമയത്തുള്ള ക്യാപിറ്റലിൻ്റെ റേഷ്യോയിൽ ആ ലോസ് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. Enjoyed this session? Then grab the entire course through Near app. Download Near app now and check the link in the description below.